ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ ഈസി ആയിട്ട് തകർക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാമ്പ് വന്ന് കാണും. വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ ചമന്ന ഒരു കല്ല് തിളങ്ങും. പത്മരാജൻ്റെ കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? പത്മരാജൻ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കള്ളൻ പവിത്രൻ. അത് ചില ആൾക്കാർക്ക് അത് പത്മരാജൻ്റെ ഏറ്റവും വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് റെഡിറ്റിൽ എങ്ങാണ്ട് ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. പക്ഷേ പത്മരാജൻ്റെ പടങ്ങളിൽ പുള്ളിയുടെ ഒരു ഫ്ലേവർ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്ന ഒരു പടമാണ് കള്ളൻ പവിത്രൻ. കള്ളൻ പവിത്രനെ കുറിച്ച് പറയുമ്പോഴത്തേനും അതിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ടത് അതിനകത്ത് അഭിനയിച്ചവരെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ നെടുമുടി വേണു, പിന്നെ നമ്മുടെ സ്വന്തം അടൂർ ബാസി, പിന്നെ ഭരത് ഗോപി. 3 പേരുടെയും അഭിനയത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിനകത്ത് പറയുന്ന സംഭവം ഗുണപാഠമൊക്കെ ഉള്ള, മറ്റേ സിനിമ തീരുമ്പോൾ ഗുണപാഠം എഴുതി കാണിക്കുന്ന വളരെ ചുരുക്കം സിനിമകളുള്ളൂ. അതിലൊരു പടമാണ് ഈ കള്ളൻ പവിത്രൻ. ആ നാട്ടിലെ അത്യാവശ്യം കുപ്രസിദ്ധിയുള്ള ഒരു കള്ളനായിട്ടാണ് നെടുമുടി വേണു ചെയ്തേക്കുന്നത്. ആ ക്യാരക്ടറിൻ്റെ പേരാണ് പവിത്രൻ. പുള്ളി നാട്ടിൽ എല്ലാവർക്കും അറിയാം പുള്ളി കള്ളനാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പുള്ളി പെട്ടെന്ന് പണക്കാരനാകുന്നു. പുള്ളിയുടെ കയ്യിൽ സ്വർണത്തിൻ്റെ വാച്ച്, സ്വർണത്തിൻ്റെ ചെയിന്, സ്വർണ്ണമാല, പുള്ളി പുതിയ മില്ല് തുടങ്ങുന്നു. അപ്പം അത് കാരണം ഭരത് ഗോപിക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മൊത്തം പൊളിച്ചടുക്കുന്ന ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ ഈസി ആയിട്ട് തകർക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ കള്ളൻ പവിത്രൻ. നമ്മുടെ സ്വന്തം പത്മരാജൻ്റെ സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ മോസ്റ്റ്ലി എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ ഒന്ന് കണ്ടു പോകണം. യൂട്യൂബിൽ കിടപ്പുണ്ട്, മാറ്റിനി നൗവിലാന്ന് തോന്നണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കണ്ടു നോക്കണം കള്ളൻ പവിത്രൻ.